ഒരു 1 1/2 മാസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ റീച്ചായി. അതായത് മില്യൺസ് പീപ്പിൾ ഷെയർ ചെയ്ത ഒരു വീഡിയോ. അതായത് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നു. ശരീരം നിറച്ച് എന്തൊക്കെയോ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് ആണ്. അങ്ങനെ അവരൊരു കോഫി കുടിക്കുന്നു. ആ കോഫി കുടിച്ച് അതിനെടുത്ത് താഴെ ഇടുന്നു. ആ എച്ചില് ബാക്കി വന്ന ആ വേസ്റ്റ് എടുത്ത് താഴെ ഇടുന്നു. അതിനെ കുറെ പേർക്ക് ഇങ്ങനെ വീഴ്ത്തി കൊടുക്കുന്നു. തീർത്ഥം അങ്ങനെ വീഴ്ത്തി കൊടുക്കുന്നു. അതേപോലെയാണ് ഇപ്പൊ കുറെ പേരുണ്ട്. അതായത് കുറെ ആൾ ദൈവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാരാണ് മണ്ടന്മാർ. ഇതേപോലെയുള്ള ആൾ ദൈവങ്ങളെയൊക്കെ ചുമ്മാ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടും. ഇതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് അധികം ബിസിനസ് ആണ്. എവിടെയെങ്കിലും നിങ്ങൾ ഒരു ആൾ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് മനുഷ്യ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിചാരിച്ചോളണം ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കും. ഫോർ എക്സാമ്പിൾ അമൃതാനന്ദമയി ദൈവമാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കാണുന്നുണ്ട്. അതെന്തായാലും നമുക്ക് വേറൊരു വീഡിയോ നോക്കാം. നമ്മുടെ വിഷയം തൊപ്പിയമ്മയാണ്. തൊപ്പിയമ്മ തിരുവണ്ണാമലയിലാണ് കാണപ്പെടുന്നത്. തൊപ്പിയമ്മ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളാണ് തൊപ്പിയമ്മ. തൊപ്പിയമ്മ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹോട്ടൽ ഉടമ ആ ഹോട്ടലിലെ ഏറ്റവും വില കൂടിയ ഫുഡ് തൊപ്പിയമ്മയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ തൊപ്പിയമ്മ ഏത് കടയുടെ മുന്നിൽ പോയാലും തൊപ്പിയമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കൊടുക്കും. ഇനി നോക്കിക്കഴിഞ്ഞാൽ തൊപ്പിയമ്മ എവിടെ പോയാലും തൊപ്പിയമ്മയുടെ പുറകെ ഒരു കൂട്ടം ആൾക്കാർ കാണും. ഈ ആൾക്കാരുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് നമുക്ക് നോക്കാം. ആരാണ് ഈ തൊപ്പിയമ്മ? തൊപ്പിയമ്മയുടെ യഥാർത്ഥ പേരെന്താണ്? തൊപ്പിയമ്മ എവിടെ നിന്നാണ് വന്നത്? എന്നാ പിന്നെ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. തൊപ്പിയമ്മയെ കുറിച്ചുള്ള സ്റ്റോറി, തൊപ്പിയമ്മയ്ക്ക് പിന്നിൽ നടക്കുന്ന ബിസിനസ്, ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. തൊപ്പിയമ്മയുടെ യഥാർത്ഥ പേര് പളനി അമ്മാൾ എന്നാണ്. തൊപ്പിയമ്മാളിന്റെ യഥാർത്ഥ പേര് പളനി അമ്മാൾ. ഈ പളനി അമ്മാൾ ജനിച്ചത് തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്നൊരു സ്ഥലത്താണ്. ഈ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ തന്നെയാണ് പളനിയമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ. ഇനി പളനിയമ്മയുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മയുണ്ട്. അമ്മയുടെ പേര് ചിന്നമ്മാൾ. ചിന്നമ്മാൾ എന്ന് പറയുന്ന അമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു ഇളയ സഹോദരനുണ്ട്. അങ്ങനെ ഈ ചേച്ചിയും അനിയനും, അതായത് ഇളയ സഹോദരനും പളനിയമ്മാളും വളരെയധികം ക്ലോസ് ആയിരുന്നു. ഒരു വല്ലാത്തൊരു ബോണ്ടായിരുന്നു. അതായത് സഹോദരനും സഹോദരിയും ഭയങ്കര സ്നേഹം. ഇനി പളനിയമ്മാളിനെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഇട്ട് വളർത്തിയ ഒരു കുട്ടി. അതായത് ചില പെൺകുട്ടികളെ അങ്ങനെ അവരധികം പുറത്തുനിന്ന് നടക്കാതെ വീട്ടിനകത്ത് തന്നെ ഇട്ട് വളർത്തും. അങ്ങനെ വളർന്ന ഒരു കുട്ടിയായിരുന്നു പളനിയമ്മാൾ. അങ്ങനെ ഇരിക്കെ ഒരു പോയിന്റ് എത്തിയപ്പോൾ വീട്ടിൽ സഹോദരൻ ജോലിക്ക് പോകാതെ ഇനി കുടുംബം മുന്നോട്ട് പോകില്ല എന്നൊരവസ്ഥ വരെയാണ്. അങ്ങനെ പളനിയമ്മാളുടെ സഹോദരൻ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ ഒരു ലോറി ഡ്രൈവറായിട്ടാണ് പളനിയമ്മയുടെ സഹോദരൻ ജോലി ചെയ്തത്. പക്ഷേ അവിടെ നടന്ന ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഈ സഹോദരൻ മരിച്ച് വളരെയധികം ദുഃഖത്തിലും ഡിപ്രഷനിലും ഇരിക്കുന്ന പളനിയമ്മാൾ. ഇനി പളനിയമ്മാളിനെ നോക്കിക്കഴിഞ്ഞാൽ പളനിയമ്മാളിന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവള് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പളനിയമ്മാളിന്റെ ഭർത്താവ് ഒരു കുട്ടിയെ കൊടുത്തിട്ട് നാട് വിട്ടു പോയി. അതായത് പളനിയമ്മാളിനെ കളഞ്ഞിട്ട് പോയി. ഇപ്പൊ പളനിയമ്മാൾ ഒറ്റയ്ക്കാണ്. അതായത് വീട്ടിൽ ഇനി സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പളനിയമ്മാളിന്റെ അമ്മയും പളനിയമ്മാളിന്റെ മോളും, അമ്മുമ്മ, അമ്മ, മകൾ, 3 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പളനിയമ്മാൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. സഹോദരൻ മരിച്ചതല്ലേ, അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ. പക്ഷെ പളനിയമ്മാൾ പോകുമ്പോൾ മകളെ നാട്ടിൽ വിട്ടിട്ടാണ് പോകുന്നത്. അതായത് അമ്മുമ്മയുടെ കൂടെ നാട്ടിൽ വിട്ടിട്ടാണ് പോകുന്നത് പളനിയമ്മാൾ. അങ്ങനെ പളനിയമ്മാൾ ബാംഗ്ലൂർ പോയി. പളനിയമ്മാൾ ബാംഗ്ലൂരിൽ പോയത് വരെ വീട്ടുകാർക്ക് അറിയാവൂ. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ പളനിയമ്മാൾ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടെ ഒരുപാട് ജോലിയൊന്നും കിട്ടാതെ ദുഃഖിതയായിട്ട് 1 വർഷത്തോളം പളനിയമ്മാൾ ബാംഗ്ലൂരിൽ തന്നെ കറങ്ങി നടക്കുകയാണ് പല സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ പല പല കടൽ തീരങ്ങളിൽ പോയിരിക്കുന്നു. അങ്ങനെ വളരെ ദുഃഖിതയായിട്ട് 1 വർഷം ബാംഗ്ലൂർ മുഴുവൻ കിടന്ന് കറങ്ങുകയാണ്. ജോലിയൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് പളനിയമ്മാൾ നേരെ പോയത് തിരുവണ്ണാമലയിലാണ്. തിരുവണ്ണാമലയിലേക്ക് പളനിയമ്മാൾ പോവുകയാണ്. അങ്ങനെ പളനിയമ്മ തിരുവണ്ണാമലയിലെത്തി. തിരുവണ്ണാമല നോക്കിക്കഴിഞ്ഞാൽ ഗിരിവലം എന്നൊരു ഹില്ലുണ്ട്. അതായത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഹില്ല്. ക്ഷേത്രത്തിലോട്ട് പോകണമെങ്കിൽ ഈ ഹില്ല് കയറണം. അങ്ങനെ തൊപ്പിയമ്മ ഒരു തവണ ആ ഹില്ല് കയറുകയാണ്. ഈ ഹില്ലിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ 14 കിലോമീറ്റർ ആണ്. 15 കിലോമീറ്റർ. അങ്ങനെ ഒരു തവണ തൊപ്പിയമ്മ ഈ ഹില്ല് കയറി ഇറങ്ങി. പിന്നെ അവിടെ തന്നെ അങ്ങ് താമസമാക്കുകയാണ്. അവിടുത്തെ ക്ഷേത്രത്തിലെ ഫുഡൊക്കെ കഴിച്ച്, അതുപോലെ അവിടുത്തെ ആൾക്കാർ കൊടുക്കുന്ന ഫുഡെല്ലാം കഴിച്ച് അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടെയാണ്. അങ്ങനെ പളനിയമ്മാള് ദിവസവും ഈ ഗിരിവലം കയറി ഇറങ്ങാൻ തുടങ്ങി. എല്ലാ ദിവസവും 14 കിലോമീറ്റർ കയറും ഇറങ്ങും. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരുടെ ഇത്?
എല്ലാ ദിവസവും കയറി ഇറങ്ങുന്നു. സാധാരണ നമ്മളിവിടെ ശബരിമലയിൽ പോകും പോലെ വർഷത്തിൽ ഒരിക്കലാണ് അവിടുത്തെ തമിഴ്നാട്ടിലുള്ളവര് ഈ തിരുവണ്ണാമല കയറി ഇറങ്ങുന്നത്. അതായത് 14 കിലോമീറ്റർ കയറി ഇറങ്ങുന്നത്. ഇതാരുടെ എല്ലാ ദിവസവും കയറുന്നതെന്ന് പറഞ്ഞ് അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് പളനി അമ്മാളിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പളനി അമ്മാളിനെ എല്ലാവരും ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പളനി അമ്മാള് സ്ഥിരം കയറി ഇറങ്ങുന്ന ഗിരിവലം, അതായത് തിരുവണ്ണാമലയിലെ ഈ കുന്ന് പളനി അമ്മയുടെ കൂടെ കയറി കഴിഞ്ഞാൽ, പളനി അമ്മയുടെ പുറകെ കയറി കഴിഞ്ഞാൽ കൂടുതൽ പുണ്യം കിട്ടുമെന്ന്. അതായത് പളനി അമ്മാള് ദൈവത്തിന്റെ സമാനമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ദിവസവും കയറി ഇറങ്ങാൻ പറ്റുന്നതെന്നും പളനി അമ്മാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കും പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പളനി അമ്മാൾ പോകുന്നതിന്റെ കൂട്ടത്ത് ഗിരിവലം കയറാൻ തുടങ്ങി. അങ്ങനെ ദിവസവും പളനി അമ്മയുടെ പുറകെ ഒരു കുറെ പേര് ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ അത് ഒരുപാട് പേരായി. ഇനി പളനി അമ്മയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം ട്രാജഡീസ് ആണ് നടന്നിട്ടുള്ളത്. അതായത് സഹോദരൻ മരിച്ചുപോയി, അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി, ഭർത്താവ് വിട്ടിട്ട് പോയി, അങ്ങനത്തെ ഒരുപാട് ട്രാജഡീസ്. എനിക്ക് തോന്നുന്നത് ഈ ട്രാജഡീസ് കൊണ്ടായിരിക്കാം തൊപ്പിയമ്മ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. മണ്ടന്മാരായ ആൾക്കാർ വിചാരിച്ചത് തൊപ്പിയമ്മ ദൈവമാണ്. അതായത് തൊപ്പിയമ്മ എന്തുകൊണ്ടാണ് തൊപ്പിയമ്മ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പളനിയമ്മയുടെ തലയിൽ എപ്പോഴും ഒരു തൊപ്പി ഉണ്ടാവും, എപ്പോഴും ഒരു തൊപ്പി. അതുകൊണ്ടാണ് തൊപ്പിയമ്മ എന്ന് വിളിക്കുന്നത്. ഈ തൊപ്പിയമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം പണ്ടേ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ്. അതായത് ഒറ്റ ഡ്രസ്സാണ് കുറെ വർഷം കൊണ്ട് ഇട്ടിരിക്കുന്നത്. അതിലിങ്ങനെ ശരിക്കും ഫുഡിന്റെ വേസ്റ്റ് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ തൊപ്പിയമ്മയെ ഒരുപാടധികം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എല്ലാവരും ഇന്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് തൊപ്പിയമ്മയുടെ ഈ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്ത ആൾക്കാർ ഇന്റർനെറ്റിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഈ തൊപ്പിയമ്മ ഒരുപാട് അങ്ങ് ഫേമസ് ആയി. അതുപോലെ തന്നെ ഈ സാധനം ഇങ്ങനെ വേൾഡ് വൈഡ് കറങ്ങി നേരെ ധർമ്മപുരിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു സഞ്ചാരം ഏതൊക്കെ വഴിയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ധർമ്മപുരിയിലെത്തി. ധർമ്മപുരിയിൽ ആരാണുള്ളത്? മകള്. ഇപ്പൊ മകള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ താമസിക്കുകയാണ്. ഈ മകൾക്കൊരു മകളുണ്ട്. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ വൈറലായപ്പോൾ ഈ മകളുടെ കൂട്ടുകാരികളെല്ലാം ഈ ഫോട്ടോയും വീഡിയോസും മകൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇത് നിന്റെ അമ്മയെ പോലെ തന്നെ കാണാനുണ്ട്, ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടതല്ലേ, ഏകദേശം നിന്റെ അമ്മയുടെ ഒരു രൂപമൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഈ കുട്ടിയും ശ്രദ്ധിക്കുകയാണ്. ഈ മകളും ഫോട്ടോയൊക്കെ നോക്കിയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ പളനിയമ്മാളുടെ ചെറുപ്പത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമേ ആ വീട്ടിലുള്ളൂ. ആ ഫോട്ടോ എടുത്തത് ഈ പളനിയമ്മാളുടെ മകളെ പളനിയമ്മാള് ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഈ ഫോട്ടോ എടുത്തത്. ആകപ്പാടെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയാണ് കാണുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ അമ്മയെ പോലെ തന്നെ ഉണ്ട്, എന്തായാലും ഒന്ന് ക്ലാരിറ്റി ആക്കി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയാണ്. ഈ സമയം തൊപ്പിയമ്മാള് ആണെങ്കിൽ ഫുള്ള് ഫേമസ് ആയി, ഒരുപാട് പോപ്പുലറായി, ഒരുപാട് ആൾക്കാരുണ്ട്. ദിവസവും ഇങ്ങനെ ഈ ഹില്ല് കയറി ഇറങ്ങിയാണ്. അത് പോയിട്ട് വീണ്ടും വേറെ വേറെ ക്ഷേത്രങ്ങളിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ഒരു വശത്ത് കൂടി പളനിയമ്മാണ് ഒരുപാടങ്ങ് ഫേമസ് ആയി. അതേസമയം മകൾക്കാണെങ്കിൽ കൺഫ്യൂഷൻ, ഇതെന്റെ അമ്മയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഈ മകളും ഭർത്താവും മകളുടെ മകളും ആ 3 പേരും നേരെ തിരുവണ്ണാമലയിൽ വരെയാണ്. ഇവിടെ വന്നപ്പോൾ തൊപ്പിയമ്മ ഇവിടെ ഇല്ല. തൊപ്പിയമ്മ റോങ്ങിങ് ആണ്. തൊപ്പിയമ്മ വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോയി. അങ്ങനെ അവർ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഈ തിരിച്ചുപോയ മകള് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. തൊപ്പിയമ്മയുടെ മകള് ധർമ്മപുരിയിലുണ്ടെന്നും തൊപ്പിയമ്മയുടെ യഥാർത്ഥ സ്ഥലം ധർമ്മപുരി ആണെന്നും അറിഞ്ഞ കുറച്ച് ആൾക്കാർ, അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ കുറച്ച് മുദ്രപത്രങ്ങളുമായിട്ട് തൊപ്പിയമ്മയുടെ മകളെ കാണാൻ പോയി. എന്തിനാണെന്ന് വെച്ചാൽ തൊപ്പിയമ്മ മരിച്ചു കഴിയുമ്പോൾ തൊപ്പിയമ്മയുടെ പേരിൽ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കാൻ വേണ്ടി തിരുവണ്ണാമലയിൽ. അപ്പോൾ ഈ മകള് പറയണം, അങ്ങനെയൊന്നും വേണ്ട, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ അമ്മ ജനിച്ചു വളർന്ന സ്ഥലത്ത്, അതായത് ധർമ്മപുരി തന്നെ അടക്കം സംസ്കരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഒരു കാരണവശാലും മകൾ അതിന് സമ്മതിച്ചില്ല. അമ്മ തന്നെ വിട്ടിട്ട് പോയിട്ട് വർഷങ്ങളായി, ഇതുവരെ അമ്മയെ കണ്ടിട്ടില്ല, അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ആ മകളോട് പോയി ചോദിക്കുകയാണ്, അമ്മ മരിക്കുമ്പോൾ അത് സംസ്കരിക്കാനുള്ള അവകാശം തിരുവണ്ണാമലയിലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് കൊടുക്കണം, അവിടെ ഒരു സ്മൃതി മണ്ഡപം കിട്ടണം. ഈ മകൾ ഒരു കാരണവശാലും അതൊന്നും നടക്കില്ല, അമ്മ ജനിച്ചത് ധർമ്മപുരിയാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ തന്നെ അമ്മയെ ഞങ്ങൾ സംസ്കരിക്കും, ബാക്കിയുള്ള കാലം അമ്മ ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു പറയാണ്. അങ്ങനെ ഈ ഗ്രൂപ്പ് അപ്പോൾ അവിടെ നിന്ന് പോയി. പിന്നീട് ഫോണിൽ വിളിച്ച് ഭീഷണിയും കാര്യങ്ങളൊക്കെയാണ്, കൊന്നു കളയുന്നവരെ പറഞ്ഞു. ഇതൊന്നും ഏൽക്കാതെ അവസാനം പറയാണ് അവര്,
ഇങ്ങനെ ഒരു സ്മൃതി മണ്ഡപം വയ്ക്കുമ്പോഴത്തേക്കും 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി തരാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും 25,000 രൂപയ്ക്ക് ജോലി തരാം. അവസാനം അവർ 18 അടവും പയറ്റി. അതൊന്നും നടന്നില്ല. എല്ലാവരെയും വിളിച്ച് ഭീഷണി. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് ഭീഷണി. അങ്ങനെയൊക്കെ ഒരു നേരം പോക്കായി. ഇനി തൊപ്പിയമ്മാൾക്ക് ഉറപ്പായിട്ടും എന്തോ ഒരു മെന്റൽ ഇഷ്യൂ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രാജഡി ഉണ്ടായിരുന്നു. പിന്നെ തന്റെ സഹോദരനെ കുറിച്ച് ഓർത്തിട്ടും ഒരു ജോലി കിട്ടാത്തതിനെ കുറിച്ച് ഓർത്തിട്ടും എല്ലാം ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ഒരാളുടെ പോലെ ആയിരുന്നു തൊപ്പിയമ്മയുടെ ബിഹേവിയർ. തൊപ്പിയമ്മയുടെ പേര് പളനിയമ്മാണെന്നൊന്നും അവിടെ തിരുവണ്ണാമലയിൽ ആരോടും പറഞ്ഞിട്ടില്ല. തൊപ്പിയമ്മാൾ അങ്ങനെ അധികം ആരോടും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നാട്ടുകാർക്ക് തൊപ്പിയമ്മ വലിയ കാര്യമാണ്. ഈ നാട്ടുകാർ തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം പറയുന്നത്. ഈ തൊപ്പിയമ്മയ്ക്ക് 5 പൈസ കിട്ടുന്നില്ല. അതാണ് സത്യം. അതായത് തൊപ്പിയമ്മയെ വെച്ച് ബിസിനസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും തൊപ്പിയമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. തൊപ്പിയമ്മ ആൾക്കാർ കൊടുക്കുന്ന ജ്യൂസും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ കഴിച്ചാണ് ജീവിക്കുന്നത്. അത് പോയിട്ട് കിടന്നുറങ്ങുന്നത് റോഡ് സൈഡിലാണ്. അപ്പൊ തൊപ്പിയമ്മയ്ക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല. ഇത് തൊപ്പിയമ്മയെ ബിസിനസ്സിന് വേണ്ടി മുന്നിൽ കണ്ടു ഒരു ഗ്രൂപ്പ് ചെന്നതായിരിക്കാം. ഇനി തൊപ്പിയമ്മയുടെ പുറകെ നടക്കുന്ന ആൾക്കാർ ഈ പുറകെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതായത് മലകയറി ഇറങ്ങുമ്പോൾ അവർക്കൊരു വിശ്വാസം തൊപ്പിയമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എനർജിയും പുണ്യവും കിട്ടുമെന്ന്. അത് കുഴപ്പമില്ല. ഇനി ഈ കഴിക്കുന്ന എച്ചിലിന്റെ ബാക്കി കഴിക്കുന്ന ആൾക്കാരെയാണ് പറയാനുള്ളത്. ഒട്ടും തന്നെ ഹൈജീൻ. തൊപ്പിയമ്മയ്ക്ക് എന്തെല്ലാം രോഗം ഉണ്ടെന്ന് ഒന്നും അറിയില്ല. അതായത് തൊപ്പിയമ്മയുടെ ഡ്രസ്സൊക്കെ വർഷങ്ങളായിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ്. തൊപ്പിയമ്മ അടുത്ത് വരുമ്പോൾ ഭയങ്കരമായ നാറ്റം ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പോ തൊപ്പിയമ്മയ്ക്ക് ഒരിക്കലും ഹൈജീൻ ഉണ്ടാവില്ല. തൊപ്പിയമ്മ നേരത്തെ പോയി പല്ല് തേക്കില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് കഴിച്ച ആഹാരത്തിന്റെ അവശിഷ്ടമൊക്കെ നാക്കിൽ പല്ലിലൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ എച്ചിൽ കഴിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരുപാട് രോഗങ്ങളൊക്കെ പടരാനുള്ള സാധ്യതയുണ്ട്. ഇനി തൊപ്പിയമ്മയുടെ പുറകെ നടക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ തൊപ്പിയമ്മയെ ആരെങ്കിലും ഒന്ന് ഇടപെട്ട് ഒന്ന് കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റായിട്ട്, എനിക്ക് തോന്നുന്നു ഇപ്പം ആരൊക്കെയോ മുന്നിട്ട് തൊപ്പിയമ്മയെ കണ്ടുപിടിക്കാനൊക്കെ ഇറങ്ങി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് തൊപ്പിയമ്മയുടെ ഒരു സ്റ്റോറി. ഈ ആൾക്കാരാണ് ഭയങ്കര സംഭവത്തിൽ കൊണ്ട് നടക്കുന്നത്. തൊപ്പിയമ്മയ്ക്ക് ചിലപ്പോൾ അറിയത്തോലില്ലായിരിക്കും എന്തിനാണ് ഇവരിങ്ങനെ എൻ്റെ പിന്നിൽ കൂടെ നടക്കുന്നതെന്ന്. ഒരു എക്സാമ്പിൾ, ഒരാൾ കാലിൽ വീഴുമ്പോൾ തൊപ്പിയമ്മ മുടി പിടിച്ച് വലിച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. അതായത് തൊപ്പിയമ്മയുടെ ശരീരത്തിൽ ആരും തൊടുന്നത് തൊപ്പിയമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ തൊപ്പിയമ്മയ്ക്ക് എന്തായാലും ഒരു മെന്റൽ ഇൽനെസ് ഉണ്ട്. എന്തായാലും തൊപ്പിയമ്മയുടെ മകൾക്ക് തൊപ്പിയമ്മയെ കാണാൻ പറ്റട്ടെ. തൊപ്പിയമ്മയെ ഇതേപോലെ നാട്ടിലോട്ട് കൊണ്ടുപോട്ടെ. അവിടെ അവർ ജീവിക്കേണ്ടത്. അങ്ങോട്ട് പോട്ടെ. വെറുതെ ഈ മനുഷ്യ ജീവിതങ്ങളിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ ഒരു സാധനമില്ല. എല്ലാ മനുഷ്യരും ദൈവങ്ങളാണ്. എല്ലാ മനുഷ്യരും. ഈ പ്രത്യേകം ഒരു ദൈവം, ഞാനൊരു ദൈവമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് യാതൊരുവിധ സിദ്ധിയും ഇല്ല. ഈ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതാണ് തിരുവണ്ണാമലയിലെ തൊപ്പിയമ്മയുടെ കഥ. ഇനി അടുത്തൊരു കഥയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.